അടുക്കള പൊള്ളുന്നു. വിലക്കയറ്റത്തിൽ താളം തെറ്റി സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ്. വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ഓരോ ദിവസം കഴിയുംതോറും അവശ്യ സാധനങ്ങളുടെ വിലയിലുണ്ടാകുന്ന മാറ്റം സാധാരണ കുടുംബങ്ങളുടെ ബഡ്ജറ്റിനെ പൂർണ്ണമായും താളം തെറ്റിച്ചിരിക്കുകയാണ്. പച്ചക്കറി മുതൽ പലചരക്ക് സാധനങ്ങൾക്കും പാചകവാതകത്തിനും വരെ വില വർദ്ധിക്കുന്നത് സാധാരണക്കാർക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. പൊതുവിപണിയിൽ പയർവർഗ്ഗങ്ങൾക്കും എണ്ണയ്ക്കും അരിക്കുമെല്ലാം മുൻപില്ലാത്ത വിധം വില വർദ്ധിച്ചിരിക്കുന്നു. ഉൽപാദനക്കുറവും ഇന്ധനവില വർധനവിനെ തുടർന്നുണ്ടായ ഗതാഗത ചെലവിലെ വൻ വർധനവുമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതോടെ നിശ്ചിത വരുമാനത്തിൽ ജീവിതം തള്ളി നീക്കുന്നവർ മരുന്നിനും വിദ്യാഭ്യാസത്തിനുമായി മാറ്റിവെക്കുന്ന തുക പോലും ഭക്ഷണത്തിനായി ചിലവഴിക്കേണ്ട അവസ്ഥയിലാണ്. ഓരോ തവണയും മാർക്കറ്റിലെത്തുമ്പോൾ സാധനങ്ങളുടെ വിലയിലുണ്ടാകുന്ന മാറ്റം കണ്ട് പകച്ചു നിൽക്കുകയാണ് ഉപഭോക്താക്കൾ. ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില വർധനവ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരെയും പ്രതിസന്ധിയിലാക്കുന്നു. വിപണിയിലെ ഈ അനിയന്ത്രിതമായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ ശക്തമാക്കണമെന്ന ആവശ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. സപ്ലൈകോ പോലുള്ള പൊതുവിതരണ കേന്ദ്രങ്ങളിൽ സാധനങ്ങൾ ലഭ്യമാകുന്നതിലെ കുറവും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. ഇത്തരത്തിൽ നിത്യച്ചിലവുകൾ പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ജനതയുടെ മുന്നിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരും ദിവസങ്ങളിലും വിലക്കയറ്റം തുടരുകയാണെങ്കിൽ സാധാരണക്കാരന്റെ കുടുംബജീവിതം കൂടുതൽ ദുസ്സഹമാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.